ഈ ഒരു ഡൊമിനോൺ ഹെഡ് സെറ്റ് ചെയ്യുന്നത് പലമാരും പറയാത്ത കാര്യമാണ്. വെട്ടം കിട്ടുമോ എൻഎസിൽ ഈ ഒരു വൈസർ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ എൻഎസിൽ ചെറിയൊരു മിസ്സിങ് കൂടെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഓട്ടിക്കുമ്പോഴുള്ള മിസ്സിങ് ഒന്നുമില്ല. വണ്ടി കുറേ എടുക്കാൻ വെച്ചിരുന്നു, കുറേ നാളല്ല, കുറച്ച് 4-5 മണിക്കൂർ എടുക്കുന്നതിന് ശേഷം പെട്രോൾ ഇറങ്ങാത്തൊരു ഫീലുണ്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ. എങ്കിലും ആ സമയത്ത് വണ്ടി ഓഫ് ആവില്ല, എന്തോ ചെറിയ മിസ്സിങ് എനിക്ക്. പിന്നെ ഇപ്പോൾ നോക്കാൻ പറ്റില്ല, കാരണം ഇവരിപ്പോൾ രാവിലെ വണ്ടി ഓടിച്ചിട്ട് വന്നിട്ടുണ്ട്. 4 മണിക്കൂറിന് വെയിറ്റ് ചെയ്താലേ നോക്കാൻ പറ്റൂ. അപ്പോൾ പിന്നെ എൻഎസിൻ്റെ കൂടെ പുറപ്പായിട്ട് വരുന്ന സംഭവമാണ് മിസ്സിങ്, അത് ഓടിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ വണ്ടി എനിക്ക് കിട്ടിയ മിസ്സിങ്ങിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ എവിടെ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ പറ്റുമെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി എൻ്റെ വണ്ടി അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പണിയാനൊന്നും നിൽക്കുന്നില്ല, കാരണം ഓട്ടിക്കുമ്പോൾ ഉള്ള മിസ്സിങ് അല്ല, എപ്പോഴും ആ ഒരു മിസ്സിങ് ഇല്ലെന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വൈസർ എടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി കടയിലോട്ട് പോകണം. അപ്പോൾ ഞാൻ അപ്പോൾ കടയിൽ തന്നെ കാണിച്ച് സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ വെച്ചേക്കുന്ന FC-യുടെ ക്രൗൺ വൈസറാണ്. എന്നെ ഇറങ്ങിയപ്പോൾ തൊട്ട് ആൾമോസ്റ്റ് നിങ്ങൾ ഏത് തന്നെ എടുത്താൽ ഈ ഒരു വൈസറായിരിക്കും കാണുന്നത്. ആ വൈസറിങ് എടുത്തരാ. ബട്ട് ഇത് ഡൊമിനോറിൻ്റെ വൈസറാണ്. ഞാൻ മുമ്പ് ഒരു ഡൊമിനോ 250 400-ൻ്റെ ഫുള്ള് ആക്സറീസൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു വൈസർ ബാക്കി വന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു വെറൈറ്റിക്ക് ഇത് സെറ്റ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഇത് നമ്മളൊന്നും ഇല്ലാത്തൊരു സെറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ട് ലുക്ക് എങ്ങനെ നോക്കാം, നമ്മളതിൽ ആ വൈസർ കൊടുക്കുന്നില്ല. അപ്പോൾ മാറ്റി വെച്ചിട്ട് ലുക്ക് നടക്കാൻ പറ്റും. ഈ ഒരു വൈസർ സത്യം പറഞ്ഞാൽ ലുക്കിലൊന്നും യാതൊരു രീതിയിലെ പോരായ്മകളും ഇല്ല, ബട്ട് എല്ലാവരും വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ ഇതിൻ്റെ അത്രയും ആൾക്കാരൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ലുക്ക് വരാമെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. ഇത് രണ്ടും കൂടെ വെച്ചാൽ അടിപൊളിയായിരിക്കും അല്ലേ? ഇതിലൊരു ഇതുകൂടെ വന്നിട്ട് കൊമ്പൂടാ വേണ്ട. പിന്നെ നമ്മൾ ഡൊമിനോയുടെ ഹെഡും മുമ്പ് താത്തപ്പോൾ ഒരുപാട് താന്നു പോയി. പക്ഷേ ഇവിടെ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി കുറച്ച് ഓവർ ഹീറ്റ് ആവുന്നുണ്ട്, അതുകൂടെ കുറച്ച് പൊക്കണം. പിന്നെ ഈ ഒരു കാര്യം എത്ര പേര് നിങ്ങൾക്ക് പറഞ്ഞിട്ടൊന്നും എനിക്കറിയില്ല. ഡൊമിനോയുടെ ഹെഡ് സെറ്റ് ചെയ്ത് എല്ലാവരും പറയും നിലയ്ക്ക് വെട്ടം വരും, അത് വരും, ഇത് വരും എന്നൊക്കെ. അതൊക്കെ സെറ്റ് ചെയ്യുന്നതിനിടയിൽ കുറച്ച് പണികളുണ്ട്, അതൊന്നും ഒരുത്തനും പറഞ്ഞുതരാൻ പോകുന്നില്ല, ഞാൻ എന്തായാലും പറഞ്ഞുതരാൻ പറ്റും. ഹെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് കുറച്ചുകൂടെ കാര്യം ചോദിക്കാം, അതിനുശേഷം പറഞ്ഞുതരാം. നിങ്ങൾ താത്ത് വെക്കുമ്പോഴത്തേക്ക് എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, കാരണം ഇവിടെയൊക്കെ MC-യിൽ വെച്ച് അടിച്ച് വെച്ചേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഇഷ്യൂ എന്താണെന്ന് ഈ ഒരു വീഡിയോ ലാസ്റ്റ് കാണുന്നതിന് മുമ്പ് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. എന്തായാലും ഇങ്ങനെ ഒരു ഇഷ്യൂ എനിക്കിതിൽ വന്നിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നും പറ്റാത്തത്. കമൻറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് തരാനൊന്നുമില്ല, ചുമ്മാ ഒരു രസത്തിന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും കടയിൽ പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വണ്ടി പണിയാൻ വേണ്ടി എൻ്റെ വണ്ടിയാലും കൊടുക്കുന്നത് വെഞ്ഞാട് G90 വർക്ക്ഷോപ്പാണ്. അതിന് ബാക്കി നമുക്ക് കടയിൽ പോയിട്ട് കാണാം. കടയിൽ പോയി എന്തുമാത്രം വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന എനിക്കല്ല, കാരണം കടയിൽ തിരക്കായിരിക്കും, അതിൻ്റെ വണ്ടികളൊക്കെ ബഹളം. അതുകൊണ്ട് അവിടെ പോയിട്ട് ജസ്റ്റ് റാൻഡം ക്ലിപ്സൊക്കെ എടുത്തിട്ട് നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും വന്നിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അത്ര റേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കടയിൽ നല്ല തിരക്കാണ്, വണ്ടി അവിടെ വെച്ചിട്ട് മാത്രം നടക്കുകയാണ് ഈ വെയിലത്ത്. ഞാനും ലവനും ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ബസ് കയറി വീട്ടിൽ പോകണം. എനിക്കത് ബസ് കയറി പോകാൻ വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബസ് കയറി പോവാം. അപ്പോൾ അവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചാലും ഇതൊക്കെ പരിപാടിയൊന്നുമില്ല, എത്ര നേരം ഇരിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതിപ്പോൾ വണ്ടിയൊക്കെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് നടക്കുകയാണ്. ട്രയൽക്ക് ശേഷം നമ്മൾ ബസ്സിലും കയറിയിട്ടുണ്ട്. എനിക്കങ്ങനെ ബസ്സിൽ കയറി വരണമെന്ന് ഇഷ്ടമല്ല. വണ്ടിയൊക്കെ നല്ല രീതിക്ക് പണിയുന്നതും അതേപോലെ കൊണ്ട് കിടക്കുന്നത് കാണാൻ നല്ല രസമാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഇത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട്. വണ്ടിയിലൊരു പണി അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാണ്. പിന്നെ അന്ന് വേറെ പരിപാടിക്കും വണ്ടി കൊടുത്തിട്ട് വന്നുകൊണ്ട് തന്നെ വേറെ പരിപാടിക്ക് നമുക്ക് പോകത്തില്ല. അപ്പോൾ എന്തായാലും മിസ്സിങ് ഉള്ളതുകൊണ്ടാണ് അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ വന്നത്. അല്ലെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് പരിപാടി തീർന്നേ ഒരു 2-3 മണിക്കൂർ ഇരുന്നാൽ നമ്മൾ വാങ്ങിച്ചിട്ട് വരലായിരുന്നു. മിസ്സിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എപ്പോൾ തീരുന്ന നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുക്കും എവിടെ നിന്നാണെന്ന്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നത്. ഇനിയിപ്പോൾ വൈകിട്ടായിരിക്കും തിരിച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി വൈകിട്ട് പോയിട്ട് കാണാം. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചില പ്രത്യേക സാഹചര്യം കാരണം നമുക്ക് വൈസർ മാറ്റാൻ പറ്റില്ല, അത് പിന്നെ മാറ്റിയാണെങ്കിൽ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ആഡ് ചെയ്തേക്കാം. പിന്നെ ഈ ഒരു വണ്ടിയുടെ മിസ്സിങ് അത് ഇവൻ്റെ മാത്രം മിസ്സിങ്ങുകളായിരുന്നു. ഈ വണ്ടിക്ക് അങ്ങനെ ഒരു മിസ്സിങ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ആ ഒരു 4 മണിക്കൂർ ഇടവിട്ടാണ് മിസ്സിങ് പറഞ്ഞപ്പോഴേ ആലോചിക്കണമായിരുന്നു. അങ്ങനെ സംഭവം ഇല്ല. സംഭവം ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ വണ്ടിയിൽ കുറച്ച് ആൾ പണിയൊന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ എന്തെങ്കിലും പണി വരുന്നതായിട്ട് തോന്നും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പണി അവന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സ്റ്റാർട്ടൊക്കെ ആക്കിയിട്ട് നമ്മൾ അപ്പം തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഓയിൽ സർക്കുലേറ്റ് ആയിട്ട് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു സമയത്തിനായിരിക്കും ചിലപ്പോൾ മിസ്സിംഗ് ആയിട്ടൊക്കെ തോന്നിയത്. എന്തായാലും വണ്ടി ഫുൾ ഇന്നലെ ചെക്ക് ചെയ്തു, മിസ്സിംഗ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ നോക്കേണ്ട റേറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹെഡ് കുറച്ചുകൂടെ ഒന്ന് ഹൈറ്റിന് തിരിച്ചുകൂടെ ഒന്ന് പൊക്കി വെച്ചായിരുന്നു. പിന്നെ മിസ്സിങ് ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് പൈസയൊന്നും വാങ്ങിച്ചില്ല. അതിനെങ്ങനെ പൈസയൊന്നും വാങ്ങിച്ചില്ല നമ്മളെന്ന്. ഇപ്പോൾ നമ്മൾ അറിയാത്തെങ്കിലും കടയിലാണ് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ചെക്ക് ചെയ്തിട്ട് മിസ്സിങ് ശരിയാക്കി തന്നെ നമ്മളെ പൈസ വാങ്ങിച്ചിട്ട് നല്ല രീതിക്ക് വലിപ്പിച്ചേനെ. ഇപ്പോൾ എന്തായാലും നമുക്ക് 1 രൂപ ആയിട്ടില്ല. ആൻഡ് ഈ ഒരു ഡൊമിനോൺ ഹെഡ് സെറ്റ് ചെയ്യുന്നത് പലമാരും പറയാത്ത കാര്യമാണ്. വെട്ടം കിട്ടുമെന്ന് എല്ലാവരും പറയും, പക്ഷേ വെട്ടം എവിടെ കിട്ടുമെന്ന് ഒരുത്തരും പറയുന്നില്ല. ഇത് അല്ലാത്ത സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനത്തൊക്കെ ആയിരിക്കും വെട്ടം അടിക്കുന്നത്. നമ്മൾ ഹെഡ് താത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനിലോട്ടുള്ള എയർ സർക്കുലേഷൻ പോവും. അപ്പോൾ നമ്മൾ പലരുടെയും വീഡിയോ കണ്ടാണ് ഈ ഒരു സാധനം സെറ്റ് ചെയ്യുന്നത്. പക്ഷേ സെറ്റ് ചെയ്താൽ ഇരട്ടി പണി കിട്ടും.
പിന്നെ നമ്മളെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നോബ് കണക്കെ ഉണ്ട്, നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഫോക്കസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇതിൽ ഡൊമിനോൻ്റെ ഹെഡ് കയറ്റിയിട്ട് MC-യിലേക്ക് അടിച്ച് വെച്ചേക്കുന്നുണ്ട്. ആ ഒരു സാധനവും യാതൊരു രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റും ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതൊക്കെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാണോ വീഡിയോയിലും ഡൊമിനോ ഹെഡ് സെറ്റ് ചെയ്യാൻ DMG എന്നൊക്കെ മാത്രമായിരിക്കും പറയുന്നത്. അപ്പോൾ താത്ത് കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ കുറയും. പിന്നെ ഇത് താത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ പ്ലേറ്റ് ഈ ഒരു പൊസിഷനിൽ വെക്കത്തില്ല, ഇവിടെ വെക്കാൻ പറ്റൂ. അപ്പോൾ തന്നെ നമ്മുടെ റേഡിയേറ്ററിലോട്ടുള്ള എയർ ഫ്ലോ എന്തുമാത്രം കൺജസ്റ്റഡാണെന്ന് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ ഇന്ന് പറയുന്നത് ഇന്നത് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോൾ എഞ്ചിൻ അടിച്ചൊന്നും പോലെ, പക്ഷേ വണ്ടിയുടെ ഹീറ്റിങ്ങിനെയും പെർഫോമൻസിനെയും അതൊരു രീതിയായിരിക്കും ബാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ബ്രൈറ്റ് മാത്രമേ ഇടാൻ പറ്റൂ, ഡിമ്മ് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിലും ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എപ്പോഴും ബ്രൈറ്റ് ഇട്ട് ഒരു നമ്മൾ ഓപ്പോസിറ്റ് ഓടി വരണമുള്ള അവസ്ഥ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ആലോചിക്കാം. ഇതിൽ ഡിമ്മ് പിന്നെ ചിലവരെടുത്തിട്ട് അവിടെ ഒരു സാധനമുണ്ട് അവിടെ കൊടുക്കും. ഞാനിത് വർക്ക്ഷോപ്പ് പോയപ്പോൾ അവിടെ നടന്നതാണ്. പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയിൽ ഹയർ RPM മിസ്സിങ്ങൊക്കെ വരും. എല്ലാവർക്കും ഒന്നും വരണമെന്നൊന്നുമില്ല, ചിലവർക്കെങ്കിലും വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഈ ഒരു സാധനമൊക്കെ വെക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും വെക്കണം എന്നുള്ളവർ വെക്കും, വെക്കാത്തവർ വെക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ അറിഞ്ഞിട്ട് വെക്കുന്നവരും അറിയാതെ വെക്കുന്നവരും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. കാരണം ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ ബ്രേക്കില്ലെന്ന് എനിക്ക് നേരത്തെ അറിയാമെങ്കിൽ എനിക്ക് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് എവിടെ വേണം പോയിട്ട് ഒരു പോറൽ പോലും വെക്കാതെ വീടെത്താൻ പറ്റും. ബട്ട് ഇത് തന്നെ ഞാൻ ബാക്ക് പിടിക്കുന്ന സമയത്താണ് ബ്രേക്കില്ലെന്ന് അറിയുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പടമാവും. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെയാണ് വണ്ടി ശരിയാക്കി കൊടുത്തത്, 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ബൈ.